ഹലോ എവ്രി വൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th മെയിൻസിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ്. 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾറെഡി നമ്മളൊരു ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാർച്ചിൽ പഠിക്കേണ്ട എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കുന്നത് നമ്മൾ ഏപ്രിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർ കറക്റ്റായിട്ട് തന്നെ കണ്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സിലബസും കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന പോയിന്റ് ഓരോരോ ടോപ്പിക്കുകൾ അതിനകത്ത് ടിക്ക് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് സിലബസ് കവർ ആയി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. നമുക്ക് മെയിലാണ് എക്സാം വരുന്നത്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി. നമുക്ക് ഒരു മാസം പെട്ടെന്ന് തന്നെ പോവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഓരോ ദിവസവും പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ മാർച്ച് ഏപ്രിലോട് കൂടിയിട്ടാണ് തീരുന്നത്. അതിൽ മെയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 20 ദിവസത്തോളം നമുക്ക് റിവിഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്താണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീക്ക് 4ലേക്കുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ആദ്യത്തെ 3 വീക്കിലത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വീക്ക് 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 31 കേട്ടോ. അവസാനിക്കുന്നത് ഏപ്രിൽ 6 സൺഡേ ആണ് ഏപ്രിൽ 6 എന്ന് പറയുന്നത്. സൺഡേ ഒരു റിവിഷൻ ഡേറ്റ് ആണ് നമ്മൾ വീക്കിൽ എല്ലാം കണക്കാക്കിയിരിക്കുന്നത്. അപ്പം 6 ദിവസം പഠിക്കുക, 7ാമത്തെ ദിവസം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാർച്ചിൽ പഠിക്കേണ്ടത് 31 പഠിക്കുന്നത് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ തൂലികാനാമവും അപരനാമങ്ങളുമാണ്. ന്യൂ എക്കണോമിക് പോളിസി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മാക്സിമം പോയിന്റ്സ് അവിടെ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് എളുപ്പമുള്ളൊരു പോർഷനാണ്. സ്റ്റാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു പോർഷനാണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏപ്രിൽ 1 വരുന്നത് തിരുവിതാംകൂറിന്റെ ചരിത്രം, അതുപോലെ തന്നെ കഥാപാത്രങ്ങളും കൃതികളും കർത്താവും എന്നുള്ള ടോപ്പിക്കാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന റൂളേഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ, അതുപോലെ ചിത്ര തിരുനാൾ, സ്വാതി തിരുനാൾ, പിന്നെ അതുപോലെ തന്നെ വനിതാ ഭരണാധികാരികളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ പോയിന്റ് ബൈ പോയിന്റ് വർഷങ്ങൾ സഹിതം എല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ചുള്ള രീതിയിൽ പഠിച്ചാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു നോളേജ് തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഏപ്രിൽ 2 നോക്കേണ്ടത് ഇന്ത്യൻ നദികൾ, അതുപോലെ തന്നെ ശബ്ദം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇന്ത്യൻ നദികൾ പഠിക്കുമ്പോൾ ഹിമാലയൻ നദികളും അതുപോലെ ഉപദ്വീപീയ നദികളും പഠിക്കാം. എടുത്ത് പഠിക്കേണ്ട കാര്യം പോഷക നദികളെ കുറിച്ചിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ അതിൻ്റെ ഒറിജിൻ എവിടെയാണ് പതന സ്ഥലം, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോഷക നദികളെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പോഷക നദികൾ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഫിസിക്സ്, സയൻസ് പോർഷൻസ് പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ SCRT വെച്ചിട്ട് പഠിക്കാനായിട്ട് മാത്രം ശ്രമിക്കുക. നമുക്ക് പൊതുവെ ഒരു 10th ലെവൽ എക്സാം വരുമ്പോഴത്തേക്ക് സയൻസ് ചോദിക്കുന്നത് SCRTയിൽ നിന്ന് തന്നെയാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRTയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്ന് കണ്ടിട്ടുള്ളത്. കുറച്ചൊന്ന് ടഫ് ആക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് അതിലും മേളിലോട്ട് പോകുന്നത്. അപ്പോൾ ഭൂരിഭാഗം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും സയൻസ് അത്യാവശ്യം ചോദിക്കുന്നത് SCRT മേഖലയിൽ നിന്ന് തന്നെയാണ്. അപ്പം പഠിക്കുന്നവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ SCRTയും വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സയൻസ് ഒട്ടും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒരുപാട് ടൈം ചിലവഴിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് അവിടുത്തെ മാർക്കിൻ്റെ വെയിറ്റേജ് വളരെ കുറവാണ്. 3 മാർക്ക് വെച്ചിട്ട് നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഏപ്രിൽ 3 ജ്ഞാനേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ താപവും താപനിലയുമാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി 4 പഠിക്കേണ്ടത് പഞ്ചവത്സര പദ്ധതികളാണ്. അതുപോലെ പ്ലാനിംഗ് കമ്മീഷനും ദർപ്പണങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ദർപ്പണങ്ങൾ പഠിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ദർപ്പണങ്ങളും അതുപോലെ തന്നെയാണ് ലെൻസും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ് കേട്ടോ ഫിസിക്സിൽ നിന്ന്. പഞ്ചവത്സര പദ്ധതികൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഇനി 5 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയുമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് വരെയിൽ നിർത്തരുത്. +1 +2 ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്സ് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിക്കേണ്ടത് ആമുഖവും IT നിന്ന് പഠിക്കേണ്ടത് ഹാർഡ്വെയർസുമാണ്. IT ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു 4th വീക്ക് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആകും കേട്ടോ. ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ 3rd വീക്കോടുകൂടി തന്നെയാണ് IT കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ വീക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി അങ്ങോട്ട് ഓരോരോ സബ്ജക്ട്സ് വെച്ച് തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് സിലബസും കൂടെ നിങ്ങളൊന്ന് എടുത്ത് വെച്ച് നോക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചു തീർന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീക്ക് 4 ഇത്രയാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വീക്ക് 4 നോക്കേണ്ട ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് പഠിച്ചു പോവുക.
ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും. ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് നോക്കി വെച്ചിരിക്കാം. അതുപോലെ മലയാളത്തിൽ പദശുദ്ധി, വാക്യശുദ്ധി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. മാത്സിൽ പ്രപ്പോർഷൻസ് ആൻഡ് റേഷ്യൂസും അതുപോലെ തന്നെ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കാൻ അറിയാത്തവർ കറക്റ്റായിട്ട് ഓരോ ദിവസവും വെച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഈ ഒരു 30 മാർക്ക് തന്നെയാണ്. അടുത്തത് നമ്മൾ വീക്ക് 5ലേക്ക് പോവുകയാണ്. ഏപ്രിൽ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏപ്രിൽ 13-ാം തീയതി ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുന്നതാണ് വീക്ക് 5 എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം ഈ പറയുന്ന പോർഷനാണ് ഏപ്രിൽ 7-ാം തീയതി കൊടുത്തിരിക്കുന്നത്. മാക്സിമം പഠിക്കാൻ പറ്റുന്ന പോയിന്റുകളെല്ലാം പഠിക്കുക കേട്ടോ. ഓരോ മേഖലകൾ വെച്ച് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ദിവസവും കൊടുത്തിരിക്കുന്നത്. കാരണം എല്ലാം കൂടെ ഒരു ദിവസം പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല, കുറച്ചധികം പഠിക്കാനുള്ള പോർഷനാണ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ റിവൈസ് വന്നിട്ടുള്ള SCRT പോലും നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മുമ്പത്തെ SCRTയിൽ ഇതെല്ലാം കൂടെ ഒരൊറ്റ ചാപ്റ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് റിവൈസ് ചെയ്തിരിക്കുന്ന SCRTയിൽ വന്നിരിക്കുന്നത് ഓരോന്നും ഓരോ ചാപ്റ്റേഴ്സ് ആണ്. അപ്പം അത്രയും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അപ്പം മാക്സിമം ഉത്തരപർവ്വത മേഖലയും ഉത്തരമഹാസമതലവും ഒരു ദിവസം കൂടെ പഠിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയും പഠിച്ചു തീർക്കുക. ബാക്കി വരുന്ന ഉപദ്വീപീയ പീഠഭൂമി, തീരദേശമൊക്കെ എന്ത് ചെയ്യാം, ഏറ്റവും ലാസ്റ്റത്തെ ദിവസത്തേക്ക് വേണ്ടി വെച്ചിരിക്കുക. അപ്പം അങ്ങനെ പഠിക്കാം കേട്ടോ. എല്ലാം കൂടെ വാരി വലിച്ച് ഒരു ദിവസം പഠിച്ചു തീർക്കാനല്ല ചെയ്യേണ്ടത്. പിന്നെ ഏപ്രിൽ 8-ാം തീയതി വരുന്നത് ധനകാര്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ലെൻസും ആണ് കൊടുത്തിരിക്കുന്നത്. ധനകാര്യ സ്ഥാപനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അത് ഇനി ഏപ്രിൽ 9 സംസ്ഥാന സിവിൽ സർവീസിനെ പറ്റിയിട്ട് പഠിക്കുക. നല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് 10th ലെവലിൽ സിവിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് മേഖലകളിൽ നിന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു മേഖലകളൊക്കെ കറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് അവിടെ ഒരുപാട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റി പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഏപ്രിൽ 10-ാം തീയതി എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനവും സംഭാവനയുമാണ്. നമ്മൾ ഒരുപാട് അധികം പരീക്ഷകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണെങ്കിൽ ഒരുപാട് വട്ടം റിവൈസ് ചെയ്ത് പോയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും ഈ യൂറോപ്യന്മാരുടെ ആഗമനവും സംഭാവനയും എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കാനേ, പഠിച്ചവരൊക്കെ അതൊന്ന് റിവൈസ് ചെയ്ത് വെച്ചിരിക്കുക. ആ ഒരു പോർഷൻ നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി 11-ാം തീയതി ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ കാർഷിക വിളകൾ, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായങ്ങളും ഉള്ള ടോപ്പിക്കാണ്. പൊതുവേ നമ്മൾ ഈ ധാതുക്കളും വ്യവസായങ്ങളും കൃഷി ഗവേഷണ സ്ഥാപനങ്ങളും ഇതൊന്നും അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ കർഷക വിളകൾ, നമ്മുടെ ഓരോരോ കാലങ്ങൾ ഏതൊക്കെയാണ്, റാബി ചെയ്ത അങ്ങനത്തെ കാലങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളത് SCRT വെച്ചിട്ടും നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ. ധാതുക്കളും വ്യവസായങ്ങളും, കാരണം ഓരോന്നും പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നതും ഓരോരുത്തരും പുതിയ ധാതുക്കൾ കിട്ടിയെന്നുള്ളതൊക്കെ അത് കറണ്ട് റിലേറ്റഡ് ആയിട്ടും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 12-ാം തീയതി നമ്മൾ ഓൾറെഡി പറഞ്ഞു, 7-ാം തീയതിയിൽ ആ ഒരു പോർഷനിൽ ബാക്കി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതെല്ലാം പഠിച്ചു തീർക്കുക. എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അന്ന് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. 11-ാം തീയതി സൺഡേ എന്ന് പറയുന്നത് നമുക്കൊരു റിവിഷൻ ഡേ ആണ് കേട്ടോ. ഇനി അതിൻ്റെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. ഇഡിയംസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് PYQs വെച്ചിട്ട് ഇഡിയംസ് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ മലയാളത്തിൽ നിന്ന് വചനം, അതുപോലെ സ്ത്രീലിംഗം, പുല്ലിംഗം എന്നിവ പഠിക്കുക കേട്ടോ. സ്ത്രീലിംഗമാണ്. അതുപോലെ മാത്സിന് ടൈം ആൻഡ് വർക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസും ആണ്. അപ്പോൾ അടുത്തത് വീക്ക് 6 ആണ്. അതിൽ തിങ്കളാഴ്ച നമ്മൾ പഠിക്കേണ്ടത് 1956 ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രമാണ്. അതുപോലെ തൊഴിലും ജോലിയും പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വേതനങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓരോ തൊഴിലുറപ്പ് പദ്ധതിയിലും എത്രയ്ക്കാണ് വേതനങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. 56 ശേഷം നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിച്ചു വെച്ചിരിക്കുക. മന്ത്രിസഭയും ഓരോ മന്ത്രിമാരെയൊക്കെ പറ്റിയിട്ടുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി 15-ാം തീയതി ഊർജ്ജ ഗതാഗത മേഖലയിലെ പുരോഗതി, അതുപോലെ കാലാവസ്ഥ എന്നിവയാണ് കൊടുത്തിരിക്കുന്നത് ജോഗ്രഫിയിൽ നിന്നും. ഫിസിക്സിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് പ്രവൃത്തി, ഊർജ്ജം, പവർ എന്നുള്ളതാണ്. ഫിസിക്സ് SCRT ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ 16-ാം തീയതി സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഇത് രണ്ടുമാണ് കൊടുത്തിരിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്നും. അതുപോലെ ഫിസിക്സിൽ നിന്നും ഭൂഗുരുത്വാകർഷണമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്വദേശി പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാം. ഇനി 17-ാം തീയതി കേരളത്തിലെ നദികളാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഇതും അതുപോലെ തന്നെയാണ്. ഉത്ഭവസ്ഥാനം, അതുപോലെ തന്നെ അതിൻ്റെ പോഷക നദികൾ, ഇവ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അതിൽ നിന്നെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ വനവും വന്യജീവിയും പറ്റിയിട്ട് കാര്യങ്ങൾ, വൈൽഡ് ലൈഫ് സാഞ്ചുറീസും അതുപോലെ ദേശീയ ഉദ്യാനങ്ങളും കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേരളത്തെ പറ്റിയിട്ടുള്ളത്. ഇനി 18-ാം തീയതി
ഈ നദികൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഡാമുകളെ പറ്റിയിട്ടും കൂടെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇന്ത്യൻ നദികൾ പറഞ്ഞപ്പോൾ അവിടെ അതൊന്നും ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഡാമുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഡാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഇനി 18-ം തീയതി പൗരത്വമാണ് പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അതുപോലെ അടിയന്തരാവസ്ഥ, അതുപോലെ ലിസ്റ്റ്, ഇത് മൂന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിക്കേണ്ടത്. പിന്നെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്, അവിടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട്, ഏത് വർഷമാണ് സ്ഥാപിതമായത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 19-ാം തീയതി വരുന്നത് മനുഷ്യ ശരീരത്തിലെ പൊതു അറിവാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ജ്ഞാനേന്ദ്രിയം ഓൾറെഡി പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി അതുപോലെ കെമിസ്ട്രിയിൽ നിന്ന് ലായനികളും ലോഹങ്ങളുമാണ് പഠിക്കേണ്ടത്. ലായനികൾ, മിക്സ്ചർ, സൊല്യൂഷൻസ്, മിക്സ്ചേഴ്സ്, കോമ്പൗണ്ട്സ്, ആ കാര്യങ്ങളെല്ലാം പഠിക്കുക. ലായനി എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോഹങ്ങൾ, അലോഹങ്ങൾ, ആ ഒരു പോർഷൻ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അവിടെ നിന്നും കെമിസ്ട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാം സയൻസ്, മെയിൻലി ഫിസിക്സും കെമിസ്ട്രീസും പഠിക്കാൻ പറ്റുന്നവരൊക്കെ നന്നായിട്ട് പഠിക്കുക. അല്ലാത്തവർ ആ ഒരു പോർഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് പഠിക്കാനെങ്കിലും ശ്രമിക്കുക കേട്ടോ. ഫുള്ളി അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയരുത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തെങ്കിലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവൈസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് എങ്കിലും അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മൊത്തത്തിൽ നമ്മൾ കളയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടാതിരിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അല്ലാതെ ഒരുപാട് സമയം കളയാനില്ലാത്തവർ കെമിസ്ട്രി ഫിസിക്സും ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. ഇനി അന്നത്തെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് ടെൻസസും അതുപോലെ സ്പെൽ ചെക്കുമാണ് ഇംഗ്ലീഷിൽ നിന്ന് പഠിക്കേണ്ടത്. മലയാളത്തിൽ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്താണ്. മാത്സ് വരുമ്പം ലാസ് ഓഫ് എക്സ്പോണൻഷ്യലാണ്. നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക തിങ്കങ്ങൾ. നമുക്ക് ആ ഒരു റൂൾ അപ്ലൈ ചെയ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. എക്സാം ഹാളിലിരുന്ന് നമുക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ പ്രോഗ്രഷനും കലണ്ടറുമാണ് നോക്കേണ്ടത്. കലണ്ടർ അത്യാവശ്യം ചെയ്ത് പഠിച്ച് നോക്കേണ്ട കാര്യങ്ങളുള്ളതാണ് കലണ്ടർ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ബാക്കി മെന്റൽ എബിലിറ്റി പോർഷൻസ് ഒന്നും നമ്മൾ സിലബസിൽ ആഡ് ചെയ്തിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഈ റിലേഷൻസ് ആയാലും ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കലൊക്കെ നമുക്ക് ഓരോ ദിവസവും എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി കിട്ടും. അപ്പം അങ്ങനെ പഠിച്ചാൽ മതി. എസ്പെഷ്യലി ഈ മെന്റൽ എബിലിറ്റിയിൽ കലണ്ടറും ക്ലോക്കുമാണ് നമുക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു വെച്ചിരിക്കുക. ബാക്കിയുള്ള മാത്സിൻ്റെ പോർഷൻസും കൂടെ നോക്കി വയ്ക്കുക. പ്രോഗ്രഷനൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. AP ഉം GP ഒക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇത്രയുമാണ് വീക്ക് 6 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത വീക്ക് 7 ആണ്. ലാസ്റ്റ് വീക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ 7 ഡേയ്സ് നമ്മൾ പഠിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വീക്കും കൂടിയാണെന്ന് പറയാം ബാക്കിയുള്ള വീക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം വീക്ക് 7 നമ്മുടെ പ്ലാൻ അവസാനിക്കുകയാണ്. അപ്പം ഏപ്രിൽ 21 സ്റ്റാർട്ട് ചെയ്യുന്നത്. റഷ്യൻ വിപ്ലവം അതുപോലെ ചൈനീസ് വിപ്ലവമാണ് കൊടുത്തിരിക്കുന്നത്. ചൈനീസ് വിപ്ലവമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ ആറ്റത്തിനെ കുറിച്ചിട്ട് പഠിക്കുക. ഇനി 22-ാം തീയതി മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് നോക്കി വെച്ചിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ പ്രകാശ പ്രതിഭാസങ്ങൾ ഫിസിക്സിൽ നിന്നും പഠിച്ചു വെച്ചിരിക്കാം. ഇനി 23-ാം തീയതി ദുരന്ത നിവാരണ അതോറിറ്റി, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ദുരന്ത നിവാരണ അതോറിറ്റി. അതുപോലെ തണ്ണീർത്തട സംരക്ഷണവും പിന്നെ അതുപോലെ ഫിസിക്സിൽ നിന്നും ചലനവുമാണ് കൊടുത്തിരിക്കുന്നത്. 24 ലോകമഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, അതുപോലെ അക്വാറേജ് എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും കാണും. അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. pH മൂല്യം പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ ആൽക്കലോയിഡുകൾ പഠിക്കുക. വളരെ കുഞ്ഞു ടോപ്പിക്കുകളാണ്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് കേട്ടോ. ഇനി ഏപ്രിൽ 25 ഭരണഘടനാ ഭേദഗതികളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഭൂപരിഷ്കരണങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി 26-ാം തീയതി ഏപ്രിൽ 26-ന് ഭരണഘടനാ സ്ഥാപനങ്ങളും വിവിധ കമ്മീഷനുകളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സിവിക്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി 27 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആവർത്തന പട്ടികയാണ് നമ്മുടെ കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കാനുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കറക്റ്റായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ആവർത്തന പട്ടികയും നമുക്ക് അത്യാവശ്യം ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ള മേഖലയാണ് ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. ഓരോ എലമെന്റ്സും എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റുന്നവർ അത്രയും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ 2 ദിവസം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. 28ഉം 29 നമ്മൾ റിവിഷൻ ഡേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 30 അത് കഴിഞ്ഞ് പിന്നെ ഒരു 20 ദിവസം കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അന്ന് നോക്കേണ്ട ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫ്രേസൽ വെർബ്സ് നോക്കുക, അതുപോലെ പ്രപ്പോസിഷൻസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. പിന്നെ മലയാളത്തിൽ നിന്ന് ഘടകപദങ്ങൾ, പരിഭാഷ, ശൈലിയും പഴഞ്ചൊല്ലും, ഇതൊക്കെ വളരെ എളുപ്പമുള്ള ഒരു പോർഷനാണ് മലയാളത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. മാത്സിൽ നിന്ന് മെൻസ്ട്രേഷൻ, അത്യാവശ്യം കുറച്ച് ഫോമുലയും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ നോക്കി പഠിച്ചു വെച്ചിരിക്കുക.
നന്നായിട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ അതിനുശേഷം നമുക്ക് എക്സാം ഹോളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആൻസേഴ്സ് ചെയ്ത് ഫലിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ മാത്സ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7 വീക്സിലെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സിലബസും കൂടെ എടുത്ത് വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓരോരോ പോർഷൻസ് പഠിച്ച് തീരുന്നതിനനുസരിച്ച് അത് ടിക്ക് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് അവിടെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.